തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ വിധി ഇന്ന്. ഏകപ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനെതിരെ ശാസ്ത്രീയ തെളിവുകളാണ് അന്വേഷണ സംഘം ഹാജരാക്കിയത്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. നിർധന കുടുംബാംഗമായ വിനീത അണിഞ്ഞിരുന്ന 4.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവരാനാണ് പ്രതി നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കേസിലെ ഏകപ്രതി രാജേന്ദ്രന്റെ പ്രവൃത്തി നിയമത്തിലും പൊതുസമൂഹത്തിലും ദയ അർഹിക്കുന്നില്ലെന്നായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ M. സലാഹുദ്ദീന്റെ വാദം. പ്രോസിക്യൂഷൻ 96 സാക്ഷികളെ വിസ്തരിച്ചു. പ്രതി സംഭവ ദിവസം കൊലപാതകം നടത്താനായി എത്തുന്നതടക്കമുള്ള CCTV ദൃശ്യങ്ങളടങ്ങിയ 12 പെൻഡ്രൈവുകളും 7 DVD-കളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. സംഭവ സമയം കൊലപാതകം നടന്ന സ്ഥലത്ത് രാജേന്ദ്രൻ എത്തിയതായുള്ള ഒരു രേഖയും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ R. സന്തോഷ് മഹാദേവൻ വാദിച്ചു. പോലീസ് കണ്ടെത്തിയ ഷർട്ട് പ്രതിയുടേതല്ലെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. മാത്രമല്ല, കേസിലെ നിർണായക തെളിവായ കത്തി പ്രതിയുടേതല്ലെന്നും വാദിച്ചു. ദ്വിഭാഷിയുടെ സഹായത്തോടെയാണ് പ്രതി വിചാരണ നേരിട്ടത്. 2022 ഫെബ്രുവരി 6-നാണ് നെടുമങ്ങാട് സ്വദേശി വിനീത പേരൂർക്കട അമ്പലമുക്കിലെ ചെടിക്കടയിൽ കൊല്ലപ്പെട്ടത്. ഉച്ചയ്ക്കായിരുന്നു കൊലപാതകം. അതിക്രമം നടക്കുമ്പോൾ വിനീത മാത്രമാണ് കടയിലുണ്ടായിരുന്നത്. ആദ്യം പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരമുണ്ടായിരുന്നില്ല. 100 കണക്കിന് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതി തമിഴ്നാട് സ്വദേശി രാജേന്ദ്രനാണെന്ന് കണ്ടെത്തിയത്. തമിഴ്നാട്ടിലെ കാവൽക്കിണറിലെ ലോഡ്ജിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. ഇയാൾ പേരൂർക്കടയിലെ ചായക്കടയിൽ ജോലി ചെയ്യുകയായിരുന്നു. മാലയ്ക്കു വേണ്ടിയാണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. മാത്രമല്ല, തമിഴ്നാട്ടിലെ ഒരു കുടുംബത്തിലെ 3 പേരെ കൊലപ്പെടുത്തിയ കേസിൽ തടവിലായിരുന്ന ഇയാൾ ജാമ്യമെടുത്ത് ഒളിച്ചു കടന്നാണ് തിരുവനന്തപുരത്ത് എത്തിയതെന്നും പോലീസ് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന G. സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.